ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഇൻക്ലൂസ് ഓൺ. അപ്പോൾ നമ്മുടെ RRB ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതുകൂടാണ്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഗ്രേഡ് 1നും ഗ്രേഡ് 3നും നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏകദേശം 6557 വേക്കൻസീസാണ് ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യും കൂടി കൂടിയിട്ടുള്ളത്. ജൂലൈ 29 രാത്രി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ ജൂലൈ 31 തൊട്ട് 31 വരെ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് പെൻഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1 വരെ 10 വരെ ഒരു വിൻഡോ ഉണ്ട്, അതായത് മോഡിഫിക്കേഷൻ വിൻഡോ എന്നാണ് പറയുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നിങ്ങൾ നിശ്ചിത ഒരു ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേണ്ടുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് അവിടെ വരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ചേഞ്ചസ് ഒന്നും വരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അല്ലാത്ത ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് അവിടെ വരുത്താം. ഇനിയിപ്പം ഗ്രേഡ് 1ൻ്റെ ഇത് ലെവൽ 5 ആണ് 7th CPC പ്രകാരം. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ലെവൽ 2 ആണ്. അതേപോലെ ഏജ് ലിമിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1ന് 18 തൊട്ട് 33, ഗ്രേഡ് 3ക്ക് 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. 1/7/2026 ബേസ് ചെയ്തിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ഓക്കെ, OBCക്ക് 3ഉം SC/ST 5ഉം ഉണ്ടാവും. ഓക്കെ, അതുപോലെ PWD കാൻഡിഡേറ്റ്സിനാകുമ്പം 15ഉം ഉണ്ടാവും. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രേഡ് 1ൻ്റെ കേസിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് IT ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഇൻ എഞ്ചിനീയറിങ്ങിൻ്റെ എബോവ് സ്ട്രീംസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ BTech കഴിഞ്ഞവർക്കൊക്കെ എന്ത് ഗ്രേഡ് 1ന് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഗ്രേഡ് 3യിൽ നമുക്കവിടെ 2 രീതിയിൽ പറയാം. +2 കഴിഞ്ഞവർക്ക് +2 ഫിസിക്സ് മാത്സും പഠിച്ചവർക്ക് അവിടെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എക്സെപ്ഷണൽ കേസുണ്ട്. അല്ലാത്ത ജനറൽ ടെക്നിക്കലിൻ്റെ കേസിൽ അവിടെ പറയുമ്പോൾ SLC + IT ആണ് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് അവരവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അവിടെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്കവിടെ ഏറ്റവും 500 രൂപ നിങ്ങൾക്കവിടെ ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതിൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറീൻ്റെ ഒക്കെ കേസിൽ, ജനറൽ OBC ഒക്കെ കേസിൽ 400 രൂപ റീഫണ്ട് ചെയ്യുന്നുണ്ടാവും. 100 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. നിങ്ങൾ അവിടെ എക്സാം എഴുതണം, എന്നാലും മാത്രമേ റീഫണ്ട് ആവുന്നുണ്ടാവുള്ളൂ. ബാക്കി SC/ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, മൈനോറിറ്റി കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ 250 രൂപ ഇനീഷ്യൽ പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ CBT അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 250 രൂപ റീഫണ്ട് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാം പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏറ്റവും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. സെപ്പറേറ്റ് ആണ്. ലെവൽ 2നും ലെവൽ 5 നിങ്ങൾക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചവർക്കും ഈ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 സെപ്പറേറ്റ് എക്സാം ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3യിലും കോമൺ ആയിട്ട് വരുന്നത് അത് മാത്രമാണ്. കാരണം വെച്ചാൽ ആ ഒരു +2 ഫിസിക്സും മാത്സും പഠിച്ചവർക്ക്, ഇപ്പോൾ BTech കഴിഞ്ഞവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1ലെ പോസ്റ്റ് അപ്ലൈ ചെയ്യാം. അതുകൂടാണ് ഗ്രേഡ് 3യിലെ ആ ഒരു SNT ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു സ്പെഷ്യൽ പോസ്റ്റ് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 സെപ്പറേറ്റ് എക്സാമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ DV, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഡോക്ടർ വെരിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ RRBയുടെ കേസിൽ ഏത് RRBയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് RRB ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.